ശബരിമലയിൽ കൂടുതൽ സ്വർണം നഷ്ടമായെന്ന് SIT. ശബരിമല പ്രഭാമണ്ഡലത്തിലെ സ്വർണവും നഷ്ടപ്പെട്ടു. 7 പാളികളിലെ സ്വർണമാണ് നഷ്ടമായത്. കട്ടിളപ്പാളികൾക്ക് മുകളിലെ ശിവരൂപം, വ്യാളീരൂപം എന്നിവയിലെ സ്വർണവും നഷ്ടമായിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നു. ഷീജ, കൂടുതൽ സമഗ്രമാകുന്നു SITയുടെ അന്വേഷണം എന്നുള്ളതാണ്. അറിഞ്ഞതിലും വലിയ തട്ടിപ്പ് അതിലും പോറ്റിയുടെ കൈകൾ തന്നെയാകാം. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്? ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേരുടെ കസ്റ്റഡി അപേക്ഷ അത് SIT നൽകിയിരുന്നു. ആ കസ്റ്റഡി അപേക്ഷയിൽ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ ഇവർ 3 പേരുടെ കസ്റ്റഡി അപേക്ഷയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അതായത് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ശബരിമലയിൽ നിന്നും കൂടുതൽ സ്വർണം നഷ്ടമായി എന്നുള്ള കാര്യമാണ്. അത് പ്രഭാമണ്ഡലത്തിലെ സ്വർണം നഷ്ടമായിട്ടുണ്ട്, അത് മോഷണം പോയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് SIT സ്ഥിരീകരിക്കുന്നത്. നഷ്ടമായത് 7 പാളികളിലെ സ്വർണമാണ് എന്നുള്ളതാണ് ഈ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ കട്ടിളപ്പാളിക്ക് പുറമെ ശിവരൂപം, അതോടൊപ്പം തന്നെ വ്യാളി രൂപം, ഈ 2 രൂപങ്ങളിലെയും സ്വർണവും നഷ്ടമായിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായി അന്വേഷണ പരിധിയിൽ വരുത്തിക്കൊണ്ട് ആ രീതിയിലുള്ള ഒരു അന്വേഷണവുമായി തന്നെയാണ് SIT മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് കൂടി ഈ കേസ് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് ശബരിമലയിൽ നിന്നും നേരത്തെ ആദ്യം രജിസ്റ്റർ ചെയ്ത സ്വർണ്ണമോഷണ കേസിനപ്പുറത്തേക്ക് ഇതിന് വ്യാപ്തിയുണ്ട് എന്ന് തന്നെയാണ് SITയുടെ അന്വേഷണത്തിൽ നിന്നും ബോധ്യപ്പെടുന്നത്. അത് തന്നെയാണ്, കാരണം നാം അറിഞ്ഞതിനപ്പുറത്തേക്ക് വ്യാപ്തിയുള്ള വലിയൊരു തട്ടിപ്പ് അതിൻ്റെ പിന്നിലുണ്ട്. ഒരു പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ഭണ്ഡാരിയും ഒക്കെ ചോദ്യം ചെയ്തതിലൂടെ അതുമായി ബന്ധപ്പെട്ട് പരിധിയെടുത്ത തെളിവുകളിലൂടെയാണ് പുതിയ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ കൂടി ഈ SITക്ക് ലഭിക്കുന്നത്. അടൂർ പ്രകാശ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് നീളുന്നത്. അങ്ങനെ കൂടുതൽ സമഗ്രമായി പോകുന്നു എന്നതിൻ്റെ ഒരു ദിശ തന്നെയാണ് ഇവിടെ നാം കാണുന്നതും. ഷീജ, തീർച്ചയായും പക്ഷേ അതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം, ആ രീതിയിലാണ് SIT നടത്തുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പ്രത്യേകിച്ചും ഒരു വിഷയത്തിൽ ഊന്നി മാത്രമല്ല, അതിനോടനുബന്ധമായിട്ടുള്ള എല്ലാ തലങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ടാണ് നിലവിൽ SITയുടെ ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി അനുബന്ധമായിട്ടുള്ള ഈ പുരാവസ്തു കടത്തടക്കമുള്ള കാര്യങ്ങളും നേരത്തെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതിനു പുറമെയാണ് ഇപ്പോൾ ശബരിമലയിൽ നിന്നും കൂടുതൽ സ്വർണം നഷ്ടമായി എന്നുള്ള കണ്ടെത്തൽ അത് SIT നടത്തിയിരിക്കുന്നതും. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ പങ്കജ് ഭണ്ഡാരി, ഇതിനു പുറമെ ഗോവർദ്ധൻ, ഇവരെ 3 പേരെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ആ രീതിയിൽ കൂടി അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ശരി ഷീജ, ശബരിമല സ്വർണ്ണമോഷണം അതിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ആഴം വലുതാണ് എന്ന് ബോധ്യമാകുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കൂടുതൽ സ്വർണം നാം അറിഞ്ഞതിനപ്പുറത്തേക്ക്, കെട്ടതിനപ്പുറത്തേക്ക് കൂടുതൽ സ്വർണം നഷ്ടമായിട്ടുണ്ട് എന്നാണ് SIT പറയുന്നത്, കണ്ടെത്തുന്നത്. അതേ തുടർന്നുള്ള അന്വേഷണമാണ് ഗൗരവമായി പുരോഗമിക്കുന്നത്. വിവരങ്ങളാണ് ഷീജ നൽകിയത്.